ഇപ്പോൾ യൂട്യൂബിൽ കണ്ട ഒരു ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ക്രിസ്ത്യൻ ക്ലബ് ഹൗസ് അനിൽ തോട്ടത്തിൽ എന്ന് പറഞ്ഞ ജോണി സെബാസ്റ്റ്യൻ പറഞ്ഞ അതിനെപ്പറ്റി ഖണ്ഡിക്കാൻ വേണ്ടി പറഞ്ഞ ഇവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യം, ക്രിസ്തു ജനിച്ച എവിടെയാന്ന് ആദ്യം ചിന്തിക്കണം. പിന്നെ കേരളത്തിൽ കിടക്കുന്ന ഈ നാറിയൊക്കെ എങ്ങനെ ക്രിസ്ത്യാനിയായെന്നൂടെ പറയണം. ആദ്യം അതിന് വിശദീകരണം തരണം. ഈ നാറിയൊക്കെ ഇസ്രായേൽ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, എത്ര ദൂരെ കിടക്കുന്നേ. അന്ന് വണ്ടി ഒരു കോപ്പില്ലാത്ത സമയത്ത് നീയൊക്കെ എങ്ങനെ ക്രിസ്ത്യാനിയായെന്ന് പറ. അന്ന് ഇന്ത്യ ഭരിക്കാൻ വേണ്ടി വന്ന ആ മൈരന്മാർ വന്ന് കാണിച്ച ഇതിൻ്റെ അകത്തല്ലേ നീയൊക്കെ ക്രിസ്ത്യാനിയായത്. അവിടെ ഇരുന്ന നാറിയൊക്കെ വന്നിട്ട് അങ്ങനെയല്ലേ നീയൊക്കെ ക്രിസ്ത്യാനിയായത്. അല്ല, നീയൊക്കെ എങ്ങനെ ക്രിസ്ത്യാനി ഇസ്രായേലിൽ ജനിച്ച യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസിയായത് എങ്ങനെയാണെന്ന് ആദ്യം പറഞ്ഞതാ. നിങ്ങളുടെ യേശു ക്രിസ്തു എന്ന് പറഞ്ഞ നാറി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. വാളെടുത്തവൻ വാളാൽ ഒരു കണ്ണത്ത് അടിച്ചു കഴിഞ്ഞാൽ മരു കർണം കൂടെ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ പുള്ളിയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. നീയൊക്കെ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ട് നടക്കാം. ഒരാളെ തൂക്കിക്കൊല്ലു അല്ല കുരിശിൽ തറച്ചങ്ങ് കൊന്നു. അപ്പോൾ മൂന്നാം പക്കം അങ്ങ് എഴുന്നേറ്റ് പോകുന്നത് പറഞ്ഞ് ഈ 21-ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ട്. നീയൊക്കെ വിശ്വസിക്കേണ്ടത് ഇതിൻ്റെയൊക്കെ വിവരമില്ലായ്മയെന്നേ പറയത്തുള്ളൂ. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന പള്ളിയിലച്ചന്മാരും ഈ നാരിയൊക്കെ അങ്ങപ്പുറം ഇരിക്കുന്ന കൊച്ചു പിള്ളേരെ പിടിച്ച് 12-15 വയസ്സുള്ള പെൺപിള്ളേരെ പിടിച്ചിട്ട് ഇവരൊക്കെ ദൈവവിശ്വാസിയാണെന്ന് പറയണം. നാറി നീയൊക്കെ അവരെ പിടിച്ച് ഗർഭിണിയാക്ക. ചേട്ടാ അവിടെ നടന്ന ഒരു കാര്യമായി. എന്നിട്ട് തൻ്റെയോട് പറയാം, നീ ഊക്കിയിട്ടാ പിള്ളേരെ ഉണ്ടാക്കിയെന്ന്. നിനക്ക് ഞാൻ കാശ് തരാം. അതിന് സമ്മതിച്ച നാറികളുള്ള കാശ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് തത്തയ്ക്ക് പറക്കഴിയും കാണിക്കാമല്ലോ. ഇതല്ലേ നിൻ്റെയൊക്കെ വിശ്വാസം. മനുഷ്യനായിട്ട് ജീവിക്കാൻ പഠിക്കും. പൂറി മക്കളെ നിന്നോടൊക്കെ പറയാനുള്ള കാര്യം. വിവരമില്ലാത്ത നാറിയൊക്കെ ദൈവവിശ്വാസമായിട്ട് ഇങ്ങോട്ട് കോണപ്പിച്ചേക്കരുത്. ഇതിയൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇതുപോലെ അവരാദ്യത്തെ പറഞ്ഞാൽ ചോദിക്കുന്നതിന് മറുപടി പറയാനുള്ള ആണത്തോളം നാറികളൊക്കെ ഇവിടെ ഇന്ന് ഈ കോണച്ച വർത്താനം പറയാവുള്ളൂ. പറഞ്ഞല്ലോ ചെറ്റേ.